നമ്മളുടെ പാർട്ട് 3 ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്ട് 3 ക്ലാസ്സിൽ പറയുന്നത് പാർട്ട് 2 ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ്. പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ ആറ്റിങ്ങൽ റിവോൾട്ട് വരെയാണ് പറഞ്ഞത്. അതിനുശേഷമുള്ള പോളിഗാർ റിബല്യൻ മുതലാണ് ഞാൻ പറയാൻ പോകുന്നത്. പോളിഗാർ റിബല്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുത് പാണ്ഡ്യ ബ്രദേഴ്സും ബ്രിട്ടീഷ് ടാക്സ് പോളിസീസിനെതിരെ പോരാടിയതാണ്. ഈ ബ്രിട്ടീഷുകാരില്ലേ കുറെ ടാക്സ് പോളിസീസ് കൊണ്ടുവന്നു. ഈ ഫാമേഴ്സ് ഒക്കെ ഇപ്പൊ ടാക്സ് കൊടുക്കാൻ എന്തേ ലേറ്റ് ആയാല് ഫാമേഴ്സിന്റെ ലാൻഡ് ഇവര് ബ്രിട്ടീഷ് പിടിച്ചെടുക്കും. പിന്നെ വേറൊരു ടാക്സ് പോളിസി ആയിരുന്നു മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റത്തിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വില്ലേജ് ആയിരുന്നു ടാക്സ് കളക്ട് ചെയ്യേണ്ട യൂണിറ്റ്. അപ്പൊ വില്ലേജ് ഫാമേഴ്സിന്റെ ടാക്സ് മേടിക്കണം. എന്നിട്ട് ആ ടാക്സ് വില്ലേജേഴ്സ് കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ വില്ലേജ് ബ്രിട്ടീഷ് ഇന്ത്യയിലോട്ട് കൺവേർട്ട് ആവും. അപ്പൊ അതിനൊക്കെ എതിരെ പോരാടിയ ആളാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മനും പിന്നെ വേറൊരാളുണ്ട് മരുത് പാണ്ഡ്യ ബ്രദേഴ്സ്. ഇവർ രണ്ടുപേരാണ് ഈ പോളിഗാർ റിബല്യൻ മുന്നോട്ട് നയിച്ചത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പീസൻസിന്റെയും ട്രൈബൽ ആൾക്കാരെയൊക്കെ ഒരു റിബല്യൻസ് ആണ്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പിന്നെ ഇന്ത്യയിൽ നടന്നത് പീസൻസും ട്രൈബ്സും ആണ്. ആരൊക്കെയാണ്? പീസൻസും ട്രൈബൽസും. പീസൻസും ട്രൈബൽസും തമ്മിലല്ല ഉള്ളത്. തമ്മിലാണ് നിങ്ങൾ ഈ ഏരോ കണ്ടിട്ട് വിചാരിക്കരുത്. പീസൻസും ട്രൈബൽസും ഒരുമിച്ച് നിന്നിട്ടാണ് ഇതിനൊക്കെ എതിരെ പോരാടുന്നത്. ഫസ്റ്റ് അത് ഇൻഡിഗോ റിവോൾട്ട് ആയിരുന്നു. ഫസ്റ്റ് വൺ ഇൻഡിഗോ റിവോൾട്ട്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, നീലം പീസന്റ് റിവോൾട്ട്. നീലം കർഷകർ നടത്തിയ ഒരു ഇതാണ്. നീലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം, ഇൻഡിഗോ ആണ്. ഇൻഡിഗോ എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് ഈ ഇന്ത്യയിലുള്ള വസ്ത്രങ്ങൾക്കൊക്കെ ഡൈ ചെയ്തൊരു സാധനമാണ്. അപ്പൊ നീലം ഈ ബ്രിട്ടീഷുകാര് ഫാമേഴ്സിന്റെ മേടിക്കാൻ തുടങ്ങി. അപ്പൊ ഫാമേഴ്സിന്റെ മേടിക്കാൻ തുടങ്ങിയപ്പോ ഈ ഫാമേഴ്സിന് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കുറച്ച് പൈസയെ കൊടുത്തുള്ളൂ. പിന്നെ പിന്നെ ആർട്ടിഫിഷ്യൽ ഡൈസ് ഒക്കെ വന്ന് അപ്പൊ ഈ ഇൻഡിഗോ ഫാമേഴ്സിന്റെ അത് മേടിക്കാതെ ആയി. ആർട്ടിഫിഷ്യൽ ഡൈസ് ഒക്കെ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാർ തന്നെയാണ്. അപ്പൊ ഈ ഇൻഡിഗോ ഫാമേഴ്സിന് കച്ചവടം ഒക്കെ നഷ്ടപ്പെട്ട് ദാരിദ്ര്യവും ആത്മഹത്യയും ഒക്കെ ഇന്ത്യയിൽ കൂടി. അപ്പൊ അതിനെതിരെ പോരാടിയതാണ് ഇൻഡിഗോ റിവോൾട്ട്. ഇത് നടക്കുന്നതിന്റെ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് 1859 to 60 ആണ് ഇത് നടന്നത്. പിന്നെ ഇതിന് ലീഡേഴ്സ് ആയി ഇന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസമാണ്. ദിഗംബർ നിങ്ങൾ ഈ പേരുകള് മനസ്സിൽ ബൈഹാർട്ടാക്കി പഠിക്കണം. പക്ഷെ സ്പെല്ലിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ദിഗംബർ വിശ്വാസും ഇവര് ഏട്ടനും അനിയനുമായിരുന്നു. ദിഗംബർ വിശ്വാസാണ് ഏട്ടൻ, ഇത് അനിയനാണ്. പക്ഷെ 2-3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇവിടെ നടന്നത് സാന്താൾ റിബല്യൻ ആണ്. സാന്താൾ റിബല്യൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സാന്താൾ റിബല്യൻ റിബല്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിവോൾട്ട് എന്ന് വിളിക്കാം, റിബല്യൻ എന്ന് വിളിക്കാം. രണ്ട് പരീക്ഷയിലും ഓപ്ഷൻസിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്.
സാന്താൾ റിബല്യൻ. ഇത് നടന്ന വർഷം എന്ന് വെച്ച് കഴിഞ്ഞാല് 1855 ആണ്. ഇതിന്റെ ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് സിദ്ധുവും കാനുമാണ്. സിദ്ധു ആൻഡ് കാനു. ഇവര് ആണ് ഇതിന്റെ ലീഡേഴ്സ് ആയിട്ട് ഇത് സഹായിച്ചത്. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മണി ലെൻഡേഴ്സും ലാൻഡ് ലോർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം, വിശദമായി പറഞ്ഞില്ല. ഈ ബ്രിട്ടീഷുകാര് ഇവിടെ വന്നിട്ട് ടാക്സ് മേടിക്കുന്നതുകൊണ്ട് ഈ നമ്മളിപ്പോ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന പോലെ അന്നത്തെ ആൾക്കാര് ഈ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ നിന്ന് ഇത് പൈസ കടം മേടിക്കും. ഈ മണി ലെൻഡേഴ്സ് ബ്രിട്ടീഷുകാരന്റെ ആൾക്കാർ തന്നെയാണ്. അപ്പോ ഒരു ഇത് മേടിക്കും. അപ്പോ ഈ മണി ലെൻഡേഴ്സിന് എതിരെ ഈ മണി ലെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് ഈ പൈസയൊക്കെ കടം മേടിച്ചിട്ട് അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഈ മണി ലെൻഡേഴ്സ് ഈ ലാൻഡ് സീസ് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ഈ ബ്രിട്ടീഷുകാർക്ക് തന്നെയല്ല ലാൻഡ് കിട്ടുന്നത്. അപ്പൊ ഇതിനെതിരെ പോരാടിയതാണ് ഈ സാന്താൾ റിബല്യനിൽ നിന്നുള്ള സിദ്ധുവും കാനും. പിന്നെ അവിടെ നടന്ന റിബല്യനില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിബല്യനാണ്, നിങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കുന്നുള്ള ഒരു റിബല്യനാണ്, അതാണ് മുണ്ട റിബല്യൻ. മുണ്ടാന്നും വിളിക്കും, ഉൽഗുലെന്നും വിളിക്കും. അപ്പൊ നിങ്ങൾ അതിൻ്റെ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. മുണ്ടാന്നും വിളിക്കും, അതിനെ ഉൽഗുലെന്നും വിളിക്കും. അപ്പൊ രണ്ടിലേതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കും. നടക്കുന്നത് 1899 1899. ഇതിന്റെ ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലീഡറേ ഉള്ളൂ, ഒറ്റ ആളേ ഉള്ളൂ. അയാളാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയാണ് ഇതിന്റെ ലീഡർ. ബിർസ മുണ്ട ഇതിനെതിരെ പോരാടാൻ കാരണം ഇതേ കാരണം തന്നെയാണ്. ഇവര് ലാൻഡ് സീസ് ചെയ്യുന്നത് കാരണം കുറെ ആൾക്കാർ ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് ഫുഡ് ഇല്ല മര്യാദയ്ക്ക്. അപ്പോ ഞാൻ പറഞ്ഞുതരാം, ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ അങ്ങോട്ട് റെസിസ്റ്റൻസ് ചെയ്തതില് ഒരു 3/4 റെസിസ്റ്റൻസും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഒരു നേരം ഈ ടോപ്പിക്ക് എന്നായിരിക്കും ചോദ്യം വരിക. പിന്നെ ഇവിടെ നടക്കുന്നത് ഫസ്റ്റത്തെ വുമൺ ലീഡ് ചെയ്യുന്ന ഒരു റിബല്യനാണ് കിട്ടൂർ റാണി ചിന്നമ്മ ആണ് അത് ലീഡ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കിട്ടൂർ റാണി ചിന്നമ്മ റിബല്യൻ എന്നാണ് അന്ന് കാലത്ത് ആൾക്കാരൊക്കെ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. കിട്ടൂർ റാണി ചിന്നമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, കിട്ടൂർ റാണി ചിന്നമ്മേന്റെ ഹസ്ബൻഡ് മരിച്ചു. പക്ഷെ അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോ ദത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് സമ്മതിക്കാതെ ബ്രിട്ടീഷ് ഓരോ ഡോക്ട്രൈൻ ഓഫ് ലാബ് പോളിസി ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ ആ ഡോക്ട്രൈൻ ഓഫ് ലാബ് പോളിസിയിൽ പറയുന്നത് ദത്തെടുക്കാനുള്ള അവകാശം ഇല്ല എന്നാണ്. ആ ദത്തെടുക്കാനുള്ള അവകാശം ഇല്ലെങ്കിൽ, ഒരു കുട്ടി ഇല്ലെങ്കിൽ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലോട്ടാകും. അതിനെതിരെ റാണി ചിന്നമ്മ അടിപൊളിയായിട്ട് പോരാടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ വുമൺ ലെഡ് റിബല്യൻ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് കിട്ടൂർ റാണി ചിന്നമ്മ റിബല്യൻ എന്നാണ്. അല്ലെങ്കിൽ അതിൻ്റെ അത് കിട്ടൂർ റിബല്യൻ എന്നും കൊടുക്കും, ഏതായാലും കൊടുക്കും. പിന്നെ ഇതിന് വേറൊരു പേരുണ്ട്, പോപ്പുലർ റിബല്യൻ ഇതിനെ വിളിക്കലുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പോപ്പുലർ റിബല്യൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ബൈ.